കേട്ടോ ഇടയ്ക്കിടയ്ക്കാണ്ട് വരും. പോളി വന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന് മരണം വരെ ഞാൻ പറഞ്ഞു. നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചേ പോലെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. അങ്ങനെ കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. എനിക്ക് തോന്നണം നീ ആരുമില്ല. കല്യാണത്തിന് മുമ്പ് കാമുകിക്ക് കൊടുക്കുന്ന ഉറപ്പാണ്, നീ മരിക്കുന്നിടം വരെയും ഞാനും, ഞാൻ മരിക്കുന്നിടം വരെയും നീയും നിനക്കൊപ്പം ഉണ്ടാകും എന്ന് കല്യാണത്തിന് മുമ്പ് തൻ്റെ കാമുകിക്ക് ഷിയാസ് കരീം കൊടുത്ത വാക്കുകളാണ്. എന്നിട്ടാണ് ഈ ഒരു ഡ്രാമയൊക്കെ നടത്തിയത്. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 65 വയസ്സ് 60 വയസ്സുള്ള സ്ത്രീയാണ്, എൻ്റെ ഉമ്മയുടെ പ്രായമാണ്, എൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധമുള്ളതാണ്. നാടകങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് കുറേയധികം വോയിസുകളാണ് വന്നിട്ടുള്ളത്. നീ പൈസ തന്നായിട്ടോ അക്കൗണ്ട് വേണ്ട, അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഇതിന്റെ ലീഗൽ ഇത് കാണിക്കണം. എല്ലാം ചെയ്താൽ നമുക്ക് എല്ലാം ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി, നമുക്ക് ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ. അതായത് എന്ത് ചെയ്യാനാ മറ്റേ എന്താ ഇവിടെ ഫണ്ടിന്റെ കാര്യം? റെഡിയാക്കി പൈസ വേണം. എന്തായാലും റെഡിയാകും ഇൻഷാല്ലാ. ഓക്കെ, സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ജിമ്മിന്റെ പരിപാടിയെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പൊ അതൊന്നും വിഷയമല്ല. ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്ക് ഒന്നും മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവ് ഒന്നും അതിൽ ഇടണ്ടാന്നാണ് അധികം. അത് നിന്റെ വില പോയി. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായലേം തരുന്നുണ്ട്, കുടിച്ചോ. അറിയുന്നോണ്ടാ നിനക്കറിയാതെ അങ്ങനെ ഡീലുകൾ അതിൽ മോളിനൊക്കെ ഇട്ടാ മതി. ഞാൻ പെണ്ണിട്ടാ നിനക്ക് കസ്റ്റമർ. അതെ, പൈസ വാങ്ങിച്ചതിൻ്റെതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള തെളിവുകൾ ഈ ഒരു വോയിസിനായിട്ടുണ്ട്. ജിമ്മിൻ്റെ പേരും പറഞ്ഞ് ലക്ഷങ്ങളാണ് വാങ്ങിച്ചത് പലതവണയായിട്ട്. 10 ലക്ഷം, 5 ലക്ഷം, അങ്ങനെ പല തവണകളായിട്ട് ലക്ഷങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഈ പെൺകുട്ടിയാണോ യുവതിയാണോ എന്നുള്ളത് വ്യക്തമല്ല. അപ്പം അവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ടുണ്ട്, രേഖകളടക്കം ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുമ്പേ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, തനിക്കെതിരെ വീഡിയോ ഇടുന്നവരുടെ ചാനൽ പൂട്ടിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയുമായിട്ട് ഷിയാസ് കരീം വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ ഈ ഷിയാസ് കരീമിൻ്റെ ഈ ഒരു പരാതി വന്നപ്പോഴത്തേക്കും അതിനുശേഷം ഷിയാസ് കരീമിൻ്റെ ഒരു വീഡിയോയും കൂടെ വന്നപ്പോഴത്തേക്ക് ചിലപ്പം ഇത് നുണയായിരിക്കാം എന്നൊക്കെയാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയധികം വോയിസുകൾ പുറത്തു വന്നപ്പോൾ ഇതിനകത്ത് ഈ സ്ത്രീ പറയുന്നത് വാസ്തവമുണ്ട്, കറക്റ്റായിട്ടുള്ള കാര്യമാണെന്ന് വളരെയധികം ക്ലിയറാണ്, വ്യക്തമാണ്. കാരണം വെച്ചാൽ പൈസ ചോദിക്കുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞാലും നമ്മളുടെ ബന്ധം ഇങ്ങനെ തന്നെ തുടരും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഷിയാസ് കരീം ആ സ്ത്രീയോട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു സ്ത്രീയോട് നല്ല കൂടെ ഉണ്ടാകും, ഒരിക്കലും ചതിക്കില്ല, വിട്ടു പോകില്ല, മരണം വരെ ഉറപ്പ് കൂടെ ഉണ്ടാകും എന്നൊക്കെ ഉള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ട് ആ സ്ത്രീക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട്, ഇപ്പം സ്ത്രീകളല്ലേ പറയാൻ പറ്റില്ല, ചില സ്ത്രീകൾ ഇങ്ങനെയുള്ള അപമാരുടെയൊക്കെ വലയിൽ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ട് കുറച്ച് പാടാണ്. അങ്ങനെ ഈ ഷിയാസ് കരീമിൻ്റെ മോഹന വാഗ്ദാനങ്ങളിലൊക്കെ പെട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ ഇവനെ വിശ്വസിച്ചിട്ട് ഇത്രയധികം ക്യാഷ് കൈമാറിയത് സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയോട് പുച്ഛം തോന്നുകയാണ്. കാരണം ഒരുത്തൻ വന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്നാമത് ജീവിതമേ കൈവിട്ടുപോയി, അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയധികം പൈസയും കൂടെ പണവും കൂടെ കൊടുത്തിട്ട് അത്രയ്ക്ക് വലിയ ആളാണോ ഈ ഷിയാസ് കരീം? അത്രയ്ക്ക് വലിയ എന്ത് ഇതാണ് അവനുള്ളത്? അപ്പോൾ ഈ സ്ത്രീക്ക് ഇത്രയധികം പണമുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാമെന്നതേ ഉള്ളൂ. അപ്പോൾ ജിമ്മിൻ്റെ പേരും പറഞ്ഞിട്ടൊക്കെ ഒരുപാട് തവണ പല തവണകളായിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ചെറ്റത്തരങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല പിള്ള ചമയാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വീഡിയോ ഇട്ടും താനെന്തോ വലിയ സംഭവമാണ്, താനൊരു പാവമാണ്, തനിക്കൊരു ഭാര്യയുണ്ട്, തനിക്കൊരു കുഞ്ഞുണ്ട്, താനൊരിക്കലും അങ്ങനെ ചെയ്യില്ല, തൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് മെഴുകുകയാണ്. അപ്പോൾ അവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു മെഴുകൽ വീഡിയോ അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടി. കാരണം ഇതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടി എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അവരെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പോൾ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ പറയില്ല. ഇത് ഞാനൊരു ഇതാട്ടോ, ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയിൽ നിന്നും
എൻ്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങടെ നിന്ന് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ കാരണം എൻ്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യം ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ യാത്ര അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എൻ്റെ ഉമ്മക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ കുറച്ച് പൈസ അങ്ങനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. ഇതിന് മുമ്പ് ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ അവരത് കൂടുതൽ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം അങ്ങനെ കുറേ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേര് കേസ് കൊടുത്തു. എത്ര വിദഗ്ധമായിട്ടാണ് ഇയാൾ എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുന്നത്. ഇതുപോലെ തന്നെയായിരിക്കും ഇയാളുടെ വൈഫിനോടും ഇയാൾ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് കേട്ടോ. ഈ പണപരമായിട്ടും മറ്റ് ബന്ധങ്ങളുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഷിയാസിന് മാത്രമല്ല, ഷിയാസിനോടൊപ്പമുള്ള കുറച്ച് പേരും ഇതിൽ പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു കേസ് ഇങ്ങനെ അങ്ങ് നിന്ന് പോയില്ലെങ്കിൽ പല കാര്യങ്ങളും വെളിപ്പെടും. കാരണം പല കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കേസ് എങ്ങനെ ഏതുവരെ പോകും എന്ന് നോക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സ്ത്രീയെ പറ്റിച്ച് അവളുടെ ജീവിതവും തകർത്ത് അവളുടെ പണവും അപഹരിച്ച് എന്നിട്ട് ഈ പകൽമാന്യൻ നടിക്കുന്ന ഇവൻ്റെയൊക്കെ മുഖംമൂടി വലിച്ചു കീറുക തന്നെ വേണം. ഈ ഒരു പെണ്ണല്ല കേട്ടോ, ഒന്നിലധികം പെണ്ണ് ഇവൻ്റെ വലയിൽ പെട്ടിട്ടുണ്ട്, ഇവൻ്റെ ചതിയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. ആ പരാതി എന്തായാലും അവൻ അങ്ങ് ഒതുക്കി തീർത്തു. ആ ഒരു പെണ്ണിൻ്റെ പരാതിയെ തുടർന്ന് ആദ്യത്തെ കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടറുമായിട്ടുള്ളൊരു വിവാഹമായിരുന്നല്ലോ ഉറപ്പിച്ച് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വിവാഹം മുടങ്ങിപ്പോവുകയും പിന്നീട് വന്ന ആലോചനയാണ് ഇപ്പം വൈഫായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കാര്യത്തിലും ഏതാണ്ട് തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവൻ്റെ പല കള്ളത്തരങ്ങളും ഇപ്പം വെളിപ്പെട്ടിട്ടുണ്ട്. ഇവൻ്റെ ഈ വോയിസുകളെല്ലാം പുറത്ത് വന്നതോടുകൂടി ഇപ്പോഴുള്ള ഇവൻ്റെ കുടുംബജീവിതവും ചോദ്യചിഹ്നത്തിലാണ്. എന്തായാലും ഒരു പെണ്ണിനെയും ചതിക്കാനായിട്ട് ഇവൻ ഇനി അനുവദിക്കരുത്. ഒരുപാട് നിരപരാധികളായിട്ടുള്ള പെണ്ണുങ്ങൾ ഇവൻ്റെയൊക്കെ കെണിയിൽ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൻ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്. ഇവൻ ശരിക്കും മണ്ടനൊന്നുമല്ല. ഇവൻ ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്ക് നമ്മളൊക്കെ വിചാരിച്ചു ഇവന് ബുദ്ധിയില്ല, ഇവൻ മണ്ടനാണ്. ഇവൻ ഒരു മണ്ടനുമല്ല, ഇവൻ നല്ല അസല് കുബുദ്ധിക്കാരനാണ്. ഇവൻ എങ്ങനെ പണം ഉണ്ടാക്കാം, ഏത് രീതിയിൽ നിന്നും ആളുകളെ വഞ്ചിക്കാം, ഏത് രീതിയിൽ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കാം, എല്ലാം ഇവന് നല്ല ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ അത്രയ്ക്ക് കുബുദ്ധിയുള്ള ഒരാളാണ് ഈ ഷിയാസ് കരീം. ഇവനെ പോലെയുള്ളവൻ്റെ വക്രബുദ്ധികൾ പൊളിച്ചടുക്കി ഇവൻ്റെ മുഖംമൂടി വലിച്ചു കീറുക തന്നെ വേണം. അപ്പോൾ എന്തായാലും സത്യം ജയിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.